ഹായ് എവരി വൺ, നമുക്ക് നമ്മുടെ പുതിയൊരു ടെക്സ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഒരു ചാപ്റ്റർ ഒരു ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th സെഞ്ചുറി കേട്ടോ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th സെഞ്ചുറി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ് കേട്ടോ. പിന്നീട് നമുക്ക് ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നീട് വന്നിട്ട് നമുക്ക് വില്യം കോൺട്രീനിന്റെ ദ വേ ഓഫ് ദ വേൾഡ് പഠിക്കാനുണ്ട്. പിന്നെ എൽജി റിട്ടലിനെ കൺട്രി കോർട്ട്യാർഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4 വർക്കുകളെ കുറിച്ചാണ് കേട്ടോ. മെയിൻ ആയിട്ട് 4 വർക്കുകളെ കുറിച്ച് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. പിന്നെ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ കൂട്ടി എഴുതിയിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടും ഓരോ വർക്കിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഓദറിനെ കുറിച്ച് നോക്കും. ഓക്കെ, ഓദർ അദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ച് നോക്കും അല്ലെ. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം ഏത് നാട്ടുകാരനാണ് അല്ലെ. അങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഓദറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ നോക്കും. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് അല്ലെ, അദ്ദേഹത്തിന്റെ വർക്ക് നമുക്ക് ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത് ആ ഒരു വർക്കിന്റെ സമ്മറി നമ്മൾ അനലൈസ് ചെയ്യും. അതുപോലെ അതിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ്, അതിന്റെ തീംസ്, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഒരു വർക്കുമായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഡാനിയൽ ഡീഫോയുടെ ലൈഫ് ആൻഡ് വർക്ക്സ് ആൻഡ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഈ ഒരു നോവലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ടെക്സ്റ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, പകരം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി തന്നെ പഠിക്കുക, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഒരു നല്ല നോട്ട് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കുക. ടെക്സ്റ്റിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ഒക്കെ കിടപ്പുണ്ട്, അത് നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്കിത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാനിയൽ ഡീഫോ അല്ലെ. ഹു ഈസ് ഡാനിയൽ ഡീഫോ ആൻഡ് അബൌട്ട് ഹിസ് ലൈഫ് ആൻഡ് വർക്ക് അല്ലെ. അപ്പൊ ഡാനിയൽ ഡീഫോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാനിയൽ ഡീഫോ വാസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ, ജേർണലിസ്റ്റ് ആൻഡ് മെർച്ചന്റ് who produced over so work on a variety of topics. അപ്പോൾ ഒരു ഡാനിയൽ ഡീഫോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആയിരുന്നു കേട്ടോ, ഒരു എഴുത്തുകാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയാണ്, അദ്ദേഹം ഒരു മെർച്ചന്റ് കൂടിയായിരുന്നു, ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു. പിന്നെ അദ്ദേഹം ഏകദേശം 300ഓളം നോവലുകൾ അല്ലെങ്കിൽ 300ഓളം വർക്കുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഡീഫോ വാസ് ബോൺ ഇൻ ലണ്ടൻ. അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എ മെർച്ചന്റ്. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു കച്ചവടക്കാരനായിട്ടാണ്. ആൻഡ് ട്രേഡ്സ് അല്ലെ, അപ്പൊ കച്ചവടക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു എന്താണ്, ആസ് എ ഡെസെൻഡർ ഓർ someone who separate from the Church of England and his political and religious beliefs were often reflected in his work. അദ്ദേഹത്തിന് ചർച്ചിൽ നിന്നും അദ്ദേഹത്തിന് ഇങ്ങനെ പുറത്താക്കപ്പെടുന്നു അല്ലെ. അദ്ദേഹത്തിന് അവിടെ പള്ളിയുടെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അതിൽ നിന്നും വിലക്കൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് ആയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഹി വാസ് ഓൾസോ എ ഗവൺമെന്റ് സീക്രട്ട് ഏജന്റ്. അതുപോലെ തന്നെ അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാനിയൽ ഡീഫോയെ കുറിച്ച് പറയാനുള്ളത്. അബൌട്ട് ദി ഓദർ, ഒരു ഓദർ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഡാനിയൽ ഡീഫോയുടെ വർക്കുകളെ കുറിച്ചാണ്. അദ്ദേഹം എന്തൊക്കെ വർക്കുകൾ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. റോബിൻസൺ ക്രൂസോ വാസ് പബ്ലിഷ്ഡ് ഇൻ 1790. ഈ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഈ നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1719 കേട്ടോ. After this, a series of other fictional narratives followed, including its sequels. അങ്ങനെ ഈ ഒരു വർക്കിന് ശേഷം ഇതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം കുറച്ച് നോവലുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ദ ഫാദർ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ,
and serious reflection during the life and satirizing adventures of Robinson Crusoe and other works of Moll Flanders, Colonel Jack, Captain Singleton, Memoirs of a Cavalier, Journal of the Plague Year and Roxana. These writings made him the progenitor of the English novel. അപ്പോൾ ഈ റൈറ്റിംഗ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ പേരിലുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പേരും പ്രശസ്തിയും ഒക്കെ നേടിക്കൊടുത്ത അദ്ദേഹത്തിന് കുറച്ച് എഴുത്തുകളാണ്. With the fictional writings of Daniel Defoe, Samuel Richardson, and Henry Fielding, the period saw the development of realistic writing in the fictional works. അപ്പോൾ ഡാനിയൽ ഡീഫോയുടെ റൈറ്റിംഗ്സ് ഒക്കെ വന്നതിന് ശേഷം ആ ഒരു കാലഘട്ടം അല്ലെ, അദ്ദേഹം എഴുതിയിരുന്ന ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്ന എന്തായിട്ടാണ്? ഫിക്ഷണൽ വർക്ക് അല്ലെ, റൈറ്റിംഗ് ഇൻ ഫിക്ഷണൽ വർക്ക്സ് എന്നാണ് ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് കേട്ടോ. റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത്. ഓക്കെ, the novels deals with the middle class and their aspirations and values that started to the conspicuous in the 18th century. അപ്പൊ 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളുടെ, ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ കുറച്ച് ജീവിതങ്ങളും അവരുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മള് അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ വർക്കുകളെ കുറിച്ച്, പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ എഴുത്തിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ പറ്റിയൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ 2-3 മെയിൻ ആയിട്ടുള്ള വർക്കുകളെ പറ്റി നമുക്ക് അതിന്റെ ഇയറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഏതാണ്? റോബിൻസൺ ക്രൂസോ അല്ലെ, 1719 നമ്മുടെ റോബിൻസൺ ക്രൂസോ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡീഫോസ് ഫുൾ ലെങ്ത് നോവൽ വിച്ച് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ. അപ്പോൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് അല്ലെ, അതായത് കംപ്ലീറ്റ് ആയിട്ടും ലെങ്തി ആയിട്ടുള്ള ഒരു നോവലായിട്ട് കണക്കാക്കപ്പെടുന്ന ആരുടെയാണ്? നമ്മുടെ റോബിൻസൺ ക്രൂസോയുടെ ഈ ഒരു നോവലാണെന്ന് പറയപ്പെടുന്നു. ഇനി മോൾ ഫ്ലാൻഡേഴ്സ്, അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ആണ് മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ഓക്കെ, അതെന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1722 മോൾ ഫ്ലാൻഡേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയായിരുന്നു? എ ഫിക്ഷണൽ ട്രൂ അക്കൗണ്ട് ഓഫ് എ വുമൻ ലൈഫ് ഫ്രം ദ ബർത്ത് ഓഫ് ടു ഓൾഡ് ഏജ്. അതായത് ഒരു സ്ത്രീയുടെ ജനനം മുതൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ഓൾഡ് ഏജിൽ വരെ അല്ലെ, ആ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന സ്റ്റേജസും അവരുടെ ജീവിതങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ഒരു സ്ത്രീയുടെ ഒരു വുമൺസ് ലൈഫ് ആണ് എന്ത്, നമ്മുടെ മോൾ ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന നോവൽ കേട്ടോ. ഒരു സ്ത്രീയുടെ ജീവിതകഥയാണ്. ഇനി അടുത്ത എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക്? എ ജേണൽ ഓഫ് ദ പ്ലേഗ് ഇയർ. എ ജേണൽ ഓഫ് ദ പ്ലേഗ് ഇയർ 1722 തന്നെയാണ് അതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് എങ്ങനത്തെ നോവലായിരുന്നു? എ നോൺ ഫിക്ഷണൽ അക്കൗണ്ട് ഓഫ് ദ ഗ്രേറ്റ് പ്ലേഗ് ബൈ ലണ്ടൻ ഡ്യൂറിംഗ് ഡീഫോസ് ചൈൽഡ്ഹുഡ്. അതായത് നമ്മുടെ ഡാനിയൽ ഡീഫോയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ലണ്ടനിൽ പടർന്നു പിടിച്ച ഒരു പ്ലേഗ് അല്ലെ, പ്ലേഗ് ഒരു അസുഖമല്ലേ, അപ്പൊ ആ അസുഖത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അല്ലെ, അതിന്റെ അവർക്ക് അന്ന് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോവലാണ് എ ജേണൽ ഓഫ് ദ പ്ലേഗ് ഇയർ എന്ന് പറഞ്ഞിട്ട് 1722 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക്. അപ്പൊ അതിന്റെ ടൈറ്റിൽ പോലെ തന്നെയാണ്, പ്ലേഗ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം അവരുടെ കുട്ടിക്കാലത്ത് അല്ലെ, ഡീഫോയുടെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്ലേഗ് കൊണ്ട്, അസുഖം കൊണ്ട് അവർക്കുണ്ടായ പ്രശ്നങ്ങളും അതിന്റെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്? ദി ഷോർട്ടസ്റ്റ് വേ വിത്ത് ഡിസെൻഡേഴ്സ്. അപ്പൊ പിന്നെ അടുത്തായിട്ട് അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദി ഷോർട്ടസ്റ്റ് വേ വിത്ത് ഡിസെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്. അതെങ്ങനെയാണ്? എ സറ്ററിക്കൽ വർക്ക് ദാറ്റ് ക്രിട്ടിസൈസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ക്യൂൻ ആൻഡ് ദ ടോറീസ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ്സ് ആൻഡ് ഡിസെൻഡേഴ്സ്. അപ്പോ നമ്മുടെ ഒരു സറ്ററിക്കൽ വർക്കാണ്, അതായത് ഒരു കളിയാക്കിക്കൊണ്ട് ഉള്ള ഒരു വർക്കാണ്. ആരെയാണ്? ദാറ്റ് ക്രിട്ടിസൈസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ക്യൂൻ അല്ലെ, രാജകുമാരിയെയും അതുപോലെ തന്നെ അവരെതിരായിട്ടുള്ള ടോറീസിനെയും പ്രൊട്ടസ്റ്റന്റ്സിനെയും അവർക്ക് ആ ഒരു യുദ്ധത്തിന്റെയും അതിന്റെയൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ആ ഒരു വർക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. പിന്നെ ഒരെണ്ണം കൂടെ പറയാം, ദ ട്രൂ ബോൺ ഇംഗ്ലീഷ്മാൻ. ട്രൂ ബോൺ ഇംഗ്ലീഷ്മാൻ, എ സറ്റയർ, എ ഡിഫൻസ് ഓഫ് വില്യം ഇ. അപ്പോ എ ട്രൂ ബോൺ ഇംഗ്ലീഷ്മാനും 1701 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഡാനിയൽ ഡീഫോയുടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് വർക്കുകളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ റോബിൻസൺ ക്രൂസോ ആരാണെന്ന് വായിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ വർക്കുകളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. നമുക്ക് എസ് ഒക്കെ എഴുതുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം.
ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോബിൻസൺ ക്രൂസോയുടെ സമ്മറിയെ കുറിച്ചാണ് കേട്ടോ. അതായത് നമുക്ക് നോവൽ എന്താണ് നോവലിൽ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് അതിന്റെ കഥ മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ അതിന്റെ തീം ഒക്കെ നമ്മൾ പഠിക്കുകയാണ് അതിനകത്ത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് റോബിൻസൺ ക്രൂസോയുടെ സമ്മറി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റോബിൻസൺ ക്രൂസോ വാസ് എ യങ് ആൻഡ് ഇംപ്രസീവ് വാൻഡറർ ഡിഫൈഡ് ഹിസ് പാരന്റ്സ് ആൻഡ് വെന്റ് ടു ദ സീ. അപ്പൊ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം എന്തായിരുന്നു, അദ്ദേഹം സ്വന്തമായിട്ട് ലോകം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു ഇറങ്ങിയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ലോകം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് റോബിൻസൺ ക്രൂസോ കടലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഒന്നും ഇത് സമ്മതിക്കുന്നില്ല, നീ പോകണ്ട, ഒറ്റയ്ക്ക് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെയൊക്കെ ഡിനൈ ചെയ്തിട്ട് അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ കപ്പൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കടലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. He was involved in a series of violent storms at sea and was warned by the captain. അപ്പൊ അദ്ദേഹം കടലിലേക്ക് പോയപ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസ് അല്ലെ, നമ്മൾ കടലിലൊക്കെ അറിയാം, നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ പോകുന്ന പോലത്തെ ഉള്ള ഒരു കാറ്റും അല്ലെ തിരയൊന്നും ആയിരിക്കില്ല അല്ലെ. നമ്മൾ ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ നല്ല വലിയ തിരയൊക്കെ വന്നിട്ട് നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇദ്ദേഹം പോയ സമയത്ത് എങ്ങനെയായിരുന്നു, he was involved in a series of violent storms. നല്ല കാറ്റിലും അല്ലെ ഒരു മഴയിലും ഒക്കെ ഇദ്ദേഹത്തിന് ഷിപ്പ് പെട്ടിട്ടുണ്ട്. at sea and was warned by the captain. അങ്ങനെ അതിന്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ വാൺ ചെയ്തു കേട്ടോ, നീ അങ്ങോട്ട് പോകണ്ട, അപ്പൊ നമ്മൾ പോകുന്നത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ ക്രൂസോ എന്ത് ചെയ്തില്ല, ashamed to go home, Crusoe handed another ship and returned from a successful trip to Africa. അങ്ങനെ ഈ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഈ ഒരു നാണക്കേടൊക്കെ ഓർത്തു. കാരണം പാരന്റ്സിനോടൊക്കെ അവര് പോകണ്ടെന്ന് പറഞ്ഞിട്ടും സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതല്ലേ. അപ്പൊ ഈ പാരന്റ്സിനോട് പിന്നെയും ഞാൻ ചെല്ലുന്നു അല്ലെങ്കിൽ നാണക്കേട് അദ്ദേഹം ഓർത്തിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആ ഷിപ്പിൽ നിന്നിറങ്ങി വേറൊരു ഷിപ്പിൽ ബോർഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിനകത്ത് കയറി എന്നിട്ട് ചെയ്യുന്നു ട്രിപ്പ് ടു ആഫ്രിക്ക, അദ്ദേഹം ആഫ്രിക്കയിലേക്ക് വേറൊരു ഷിപ്പിൽ കയറി പോവുകയാണ്. Taking off again, Crusoe met with a bad luck and was taken prisoner in Sally. പക്ഷെ ആ ഒരു ഷിപ്പ് എന്ത് ചെയ്തു, അവര് സ്ലേവ്സ് അല്ലെ കൊള്ളക്കാര് ആ ഒരു ഷിപ്പ് തട്ടിയെടുത്തു. His captain sent Crusoe out to fish and he used this to his advantage and escaped along with a slave. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടുന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ആരുടെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ലേവ്, ഒരു അടിമയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടുന്നു. He was rescued by a Portuguese ship and started a new adventure. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അവർക്കൊരു പോർച്ചുഗീസ് ഷിപ്പിൽ അഭയം കിട്ടുകയാണ്. അവിടുന്ന് പിന്നെയും അവര് അടുത്ത അവരുടെ യാത്ര തുടരുകയാണ്. He landed in Brazil and after some time he became the owner of a sugar plantation, hoping to increase his wealth by buying slaves. He aligned himself with other planters and undertook a trip to Africa. അപ്പൊ അവര് ഈ ഷിപ്പിൽ കയറിയിട്ട്, ഈ പോർച്ചുഗീസുകാർ രക്ഷപ്പെടുത്തിയ ഈ ഒരു ഷിപ്പിൽ കയറിയിട്ട് അവർ എത്തിച്ചേരുന്നത് എവിടെയാണ്, ബ്രസീലിലാണ് അവർ എത്തിച്ചേരുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു ഷുഗർ പ്ലാന്റേഷൻ അല്ലെ, നമ്മുടെ കരിമ്പും തോട്ടം ഒക്കെയുള്ള ഒരു പ്ലാന്റേഷൻ, ഒരു തോട്ടമൊക്കെ അദ്ദേഹത്തിന് കച്ചവടത്തിനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് എങ്ങനെയൊക്കെയോ കിട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതുവഴി അത് നന്നായിട്ട് നോക്കി അതുവഴി കച്ചവടത്തിന് നല്ല ലാഭമൊക്കെ ഉണ്ടാക്കി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാന്ന് നമ്മുടെ ക്രൂസോ വിചാരിക്കുകയാണ് കേട്ടോ. He aligned himself with other planters and undertook a trip to Africa. എന്നിട്ട് എന്തായാലും എന്ത് ചെയ്തു, അതിനുശേഷം അവിടുന്ന് അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ കൂട്ടിയിട്ട് ആഫ്രിക്കയിലേക്ക് പോകണം അല്ലെ, അവിടെ ചെന്ന് അവിടെയും പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. In order to bring back to a shipload of slaves after surviving a storm, Crusoe underwent shipwreck. അങ്ങനെ ഈ സ്ലേവ്സ്, അദ്ദേഹത്തിന് അടിമകളൊക്കെ ഉണ്ട് അല്ലെ, എന്തിനാണ് അവിടെ പണിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് അടിമകളെയൊക്കെ കൂടെ കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഇവര് തിരിച്ച് ഒരു ഷിപ്പിൽ കയറിയിട്ട് തിരിച്ച് യാത്ര ആഫ്രിക്കയിൽ വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, അവരുടെ ഷിപ്പ് അപകടത്തിൽ പെടുകയാണ് കേട്ടോ. ഷിപ്പ് അപകടത്തിൽ പെട്ടു. He was thrown upon shore only to discover that he was the sole survivor of the wreck. പക്ഷെ ആ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് കൂടെ വന്ന എല്ലാവരെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പകരം എന്ത് ചെയ്തു, അദ്ദേഹം ഒറ്റയ്ക്ക്, നമ്മുടെ ഷിപ്പ് റെക്ക് എന്ന് വെച്ചാൽ ഷിപ്പ് തകർന്നു പോവുകയാണല്ലോ, അപ്പൊ ബാക്കിയുള്ളവരൊന്നും എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷെ അദ്ദേഹം മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കടൽ തീരത്ത് അദ്ദേഹം അടിയുകയാണ്. പക്ഷെ ആ ഒരു സ്ഥലത്ത് അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്, ബാക്കി ആരും അവിടെ എത്തിപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹം കുറെ നാള്
ഒരു 28 ഇയേഴ്സ് അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതിന് പിന്നീട് അദ്ദേഹം അവിടെ നടത്തുന്ന കുറച്ച് ജീവിക്കാനായിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു, അദ്ദേഹം ഒറ്റയ്ക്ക് പ്രകൃതിയുമായിട്ടുള്ള അദ്ദേഹത്തിന് കുറച്ച് ഇടപെടലുകളും അല്ലെ അങ്ങനെ എന്താണ് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന നോവലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പല പല കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഷിപ്രക്കും അപകടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു ജേർണിയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകാനായിട്ട് റെഡിയാകുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റോബിൻസൺ ക്രൂസോയുടെ കഥ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ്. പിന്നീട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കല്യാണം കഴിഞ്ഞ് ഹി ഗെറ്റ്സ് മാരീഡ് ആൻഡ് ഹാസ് 3 children, കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. However, his wife died soon after in 1964. He leaves for East Indies as a trader in 1694 and he revisits his island. The island is administered as a flourishing colony. പിന്നീട് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു ഐലൻഡ്, അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ ഒരു ഐലൻഡ് പിന്നെ ഒരു കോളനി ആക്കിയൊക്കെ മാറ്റുന്നുണ്ട്. The Portuguese captain advises him that his plantations have been highly profitable and arranges to sell in Brazilian lands. After that, Crusoe tries to return to England by land, but faces unfavorable weather and wild animals in North Spain. On reaching England, he knows that the sale of plantations he earned him quite a fortune. Crusoe again thinks of travel and decides to specify his desire by returning to Brazil. He gets married and has 3 children. അപ്പോൾ അദ്ദേഹം തിരിച്ച് വന്നിട്ട് അദ്ദേഹം ആ പ്ലാന്റേഷനിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആകും കേട്ടോ. പിന്നീട് എന്താണ്, അത്രയും പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഒരു ഷോർട്ടാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് എല്ലാ അല്ലെ അവഗണനകളൊക്കെ നേരിട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു യുവാവ് അല്ലെ, അദ്ദേഹം കപ്പലിൽ അപകടത്തിൽപ്പെടുന്നു. പിന്നീട് 2-3 പ്രാവശ്യത്തെ അപകടങ്ങളിലൂടെയൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നുണ്ട്. പക്ഷെ ഒരു ഷിപ്രക്കിനുള്ള അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് അവിടെ ഒരു 28 വർഷം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നുമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥ വളരെ സൂക്ഷ്മമായിട്ട് ഈ ഒരു കഥയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താ ഡാനിയൽ ഡീഫോയുടെ ഈ നോവല് റോബിൻസൺ ക്രൂസോ ലോകമെന്നും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനിടയ്ക്ക് നടന്ന സ്റ്റോറീസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെസൺ നല്ലവണ്ണം ഒന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. അതിനകത്തും ഇങ്ങനെ ഷിപ്പിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഷിപ്പ്രക്കും അവിടുന്ന് രക്ഷപ്പെടുന്നതും സ്ലേവ്സിനെ കൂടെ കൂട്ടുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരക്ടേഴ്സ് അനാലിസിസ് ആണ് കേട്ടോ. അതായത് ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ആരൊക്കെയാണ്, അവരുടെ പേരുകളൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കണം അല്ലെ. പെട്ടെന്നൊരു എസ്സേ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മളതൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ആദ്യമായിട്ട് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒന്നാമതായിട്ട് ആരാണുള്ളത്, റോബിൻസൺ ക്രൂസോ അല്ലെ. നമുക്ക് ഇതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റിനെ പറ്റി നമ്മൾ തന്നെ പറയണ്ടേ അല്ലെ. റോബിൻസൺ ക്രൂസോയെ പറ്റി തന്നെ നമ്മൾ ആദ്യം ഒന്ന് പറയണം. അപ്പൊ എന്താണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഹി ഈസ് എ റെബലിയൻസ് യൂത്ത് വിത്ത് ആൻ ഇൻഎക്സ്പ്ലിക്കബിൾ നീഡ് ടു ട്രാവൽ. അപ്പൊ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഭയങ്കര റെബലിയസ് ആയിട്ടുള്ള ഒരു യൂത്ത് ആണ് അല്ലെ, ഭയങ്കര ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തായിരിക്കും കൂടുതലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലെ. ഭയങ്കര റെബലിയസ് ആയിട്ട് അല്ലെ, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ആയിരിക്കും അല്ലെ, ചെറുപ്പക്കാരനല്ലേ. വിത്ത് ആൻ ഇൻഎക്സ്പ്ലിക്കബിൾ നീഡ് ടു ട്രാവൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ട്രാവലിങ്ങിനായിട്ട് പോകുന്നത് അല്ലെ. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ അത് വിശദീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഡിസൈറും അദ്ദേഹത്തിന് ടു എക്സ്പ്ലോർ സംതിങ് ന്യൂ അല്ലെ, അങ്ങനെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ലോകം ചുറ്റി കാണാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. Became of his need, he brings misfortune on himself and is left to fend for himself in primitive land. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യവശാൽ അദ്ദേഹം പോയ കാര്യങ്ങളൊന്നും സക്സസ് ആവാതെ ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു ഷിപ്പ് യാത്രക്കിടയിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും അദ്ദേഹം
രക്ഷപ്പെടുന്നുണ്ട് അല്ലെ. പിന്നീട് പക്ഷെ അദ്ദേഹം ആരുമില്ലാത്ത ഒരു പ്രിമിറ്റീവ് ലാൻഡിൽ അല്ലെ, ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത ഒരു ഐലൻഡിൽ ചെന്നിട്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. അവിടെ കുറെ നാൾ, 28 yearsോളം അദ്ദേഹം അവിടെ താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. The novel essentially chronicles his mental and spiritual development as a result of his isolation. അങ്ങനെ ഈ നോവൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു സ്പിരിച്വൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അല്ലെ, റോബിൻസൺ ക്രൂസോയുടെ ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഐസൊലേഷൻ, എന്നതിന്റെ ഭാഗമായിട്ട്, ആ ഒരു ഒറ്റപ്പെടലിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരിട്ട കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസും അദ്ദേഹത്തിന് മെന്റലി ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ നമ്മളോട് ആ ഒരു ക്യാരക്ടറിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റി നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്യൂറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കേട്ടോ. അപ്പൊ ഈ സ്യൂറി എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ റോബിൻസൺ ക്രൂസോയുടെ ഒരു ഫ്രണ്ട് ആണ്, അതുപോലെ തന്നെ സെർവന്റ് ഓഫ് ക്രൂസോ ആണ് കേട്ടോ. ഒരു ഫ്രണ്ടുമാണ്, ക്രൂസോയുടെ ഒരു സെർവന്റുമാണ്. എ സിമ്പിൾ യൂത്ത് ഹു ഈസ് ഡെഡിക്കേറ്റഡ് ടു ക്രൂസോ, he does not think for himself. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂത്ത് ആണ്, അതുപോലെ തന്നെ ഹു ഈസ് ഡെഡിക്കേറ്റഡ് ടു ക്രൂസോ, ക്രൂസോയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സ്യൂറി എന്ന് പറയുന്നത്. he does not think for himself, അദ്ദേഹത്തിനെ കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല, പക്ഷെ റോബിൻസൺ ക്രൂസോയ്ക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യും എന്ന് അല്ലെ, ഒരു അടിമയൊക്കെ പോലെ, അതായത് ഒരു ഫ്രണ്ടിനെ പോലെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. ഇനി ഫ്രൈഡേ, അടുത്തായിട്ട് വന്ന ക്യാരക്ടറാണ് ഫ്രൈഡേ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രൈഡേ ആരാണ്, അനദർ ഫ്രണ്ട് ഓഫ് ക്രൂസോ. ഇതുപോലെ തന്നെ ക്രൂസോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ലേവ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കൂടിയാണ് നമ്മുടെ ഫ്രൈഡേ എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെ തന്നെയാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, അതുപോലെ തന്നെ ക്രൂസോയ്ക്ക് വേണ്ടിയിട്ട് ഹി ഈസ് ഡെഡിക്കേറ്റഡ് ടു ക്രൂസോ, ക്രൂസോയ്ക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് കൂടിയാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ക്രൂസോസ് ഫാദർ, റോബിൻസൺ ക്രൂസോയുടെ ഫാദർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, although he appears only briefly in the beginning, he embodies the theme of the middle class living. It is his teaching Crusoe denied and running with poor success. അപ്പോൾ ക്രൂസോയുടെ ഫാദർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, he appears only briefly in the beginning. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ പറ്റി ഈ നോവലിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഈ ഫാദറിനെ കുറിച്ച് പറയുന്നത്. he embodies the theme of the middle class living. അദ്ദേഹം ആരെ സിംബലൈസ് ചെയ്യുന്നു, ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാം. ഇറ്റ് ഈസ് ഹിസ് ടീച്ചിങ് ക്രൂസോ ഡിനൈഡ് ആൻഡ് റണ്ണിങ് വിത്ത് പുവർ സക്സസ്. അപ്പോൾ ഈ ക്രൂസോയുടെ എങ്ങനെയായിരുന്നു, ക്രൂസോയുടെ ഒരു ഒഴിവാക്കൽ, അതായത് അച്ഛനും ഒന്നും പറഞ്ഞിട്ട് ഇയാളെ കേൾക്കുന്നില്ല അല്ലെ, പോവരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ഹിസ് ടീച്ചിങ് ക്രൂസോ ഡിനൈഡ് ആൻഡ് റണ്ണിങ് വിത്ത് പുവർ സക്സസ്. അപ്പോൾ ഈ ക്രൂസോ എങ്ങനെയാണ്, പോകുന്നുണ്ട്, പക്ഷെ അദ്ദേഹം വിജയിക്കുന്നൊന്നുമില്ല, പല പ്രാവശ്യങ്ങളിലും പരാജയത്തിലൂടെ മുന്നേറി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ, പരാജയപ്പെട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ക്രൂസോയുടെ ഫാദറിനെ പറ്റി വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ബിഗിനിങ്ങിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്രൂസോയുടെ മദർ അല്ലെ, ക്രൂസോസ് മദർ എന്താണ്, ഓൺലി വൺ ഓഫ് ദ ഫ്യൂ ഫീമെയിൽ ഫിഗേഴ്സ്. അങ്ങനെ അത് 2-3 ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരാളാണ് നമ്മുടെ ക്രൂസോയുടെ മദർ എന്ന് പറയുന്നത് കേട്ടോ. ഷീ ഫുള്ളി സപ്പോർട്ട് ഹെർ ഹസ്ബൻഡ്, അവരുടെ ഹസ്ബൻഡിനെ കംപ്ലീറ്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ആൻഡ് വിൽ നോട്ട് ലെറ്റ് ക്രൂസോ ഓൺ എ വോയേജ്, അങ്ങനെ ക്രൂസോയിനെ ഒരു വോയേജിന്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ അയക്കാനായിട്ട് റെഡിയാകുന്നില്ല. അമ്മ അവനെ തടയുന്നുണ്ട്, പക്ഷെ അവരെയൊക്കെ ഡിനൈ ചെയ്തിട്ടാണ് റോബിൻസൺ ക്രൂസോ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് പോർച്ചുഗീസ് ക്യാപ്റ്റൻ അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ക്രൂസോനെ ആ ഐലൻഡിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മുടെ പോർച്ചുഗീസ് ക്യാപ്റ്റൻ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം ആരാണ്, വൺ ഓഫ് ദി കൈൻഡസ്റ്റ് ഫിഗേഴ്സ് ഇൻ ദ ബുക്ക്. ഈ ബുക്കില്, നമ്മുടെ ഈ നോവലില് വളരെ ദയൊക്കെ ഉള്ള ഒരു ആളുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പോർച്ചുഗീസ് ക്യാപ്റ്റനെ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ്. ഹി ഓൾമോസ്റ്റ് ടേക്ക് ദ പ്ലേസ് ഓഫ് ക്രൂസോസ് ഫാദർ. അപ്പൊ നമ്മുടെ ക്രൂസോയുടെ അച്ഛന്റെ ഒക്കെ പോലെ തന്നെ ഒരു ബിഹേവിയർ ആണ് നമ്മുടെ ഈ ഒരു പോർച്ചുഗീസ് ക്യാപ്റ്റനും ഉള്ളത്. അദ്ദേഹം വളരെ കൈൻഡ് ആയിട്ടും അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുമുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് മേജർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ക്യാരക്ടേഴ്സ്. ആരൊക്കെയായിരുന്നു, ഫസ്റ്റ് വൺ റോബിൻസൺ ക്രൂസോ ഹിംസെൽഫ്, സെക്കൻഡ് വൺ ഈസ് സ്യൂറി, തേർഡ് വൺ ഈസ് ഫ്രൈഡേ, ഫോർത്ത് വൺ ക്രൂസോസ് ഫാദർ, ഫിഫ്ത്ത് വൺ ക്രൂസോസ് മദർ ആൻഡ് സിക്സ്ത് വൺ ഈസ് പോർച്ചുഗീസ് ക്യാപ്റ്റൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഇതിനകത്ത് കുറച്ച് മൈനർ ക്യാരക്ടേഴ്സും വരുന്നുണ്ട് കേട്ടോ. അതാരൊക്കെയാണ്, ഞാൻ പേരൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. സ്പാനിയാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, സാവേജ് ഉണ്ട്, നീഗ്രോസ് ഉണ്ട്,
ട്രേറ്റേഴ്സ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, മോറിഷ് പാട്രൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് മൈനർ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. ഇവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സ്പാനിയർഡ് ഉണ്ട്, സാവേജ് ഉണ്ട്, നീഗ്രോസ് ഉണ്ട്. ഇവരൊക്കെ സ്ലേവ്സ് ആണ് കേട്ടോ. ഈ ക്രൂസോ പൈസ കൊടുത്തൊക്കെ ഷുഗർ പ്ലാന്റേഷനിലൊക്കെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ല. അപ്പൊ അങ്ങനെ മേടിച്ചിരിക്കുന്നതാണ് ഈ സാവേജസിനെയും നീഗ്രോസിനെയൊക്കെ. പിന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, മോറിഷ് പാട്രൺ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽഡ് ഈ മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണമെങ്കിൽ അത് നമുക്ക് ടെക്സ്റ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മേജർ ആയിട്ട് നിങ്ങൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ പഠിക്കുക, അതും നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇവിടെ ക്യാരക്ടർ അനാലിസിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ തീംസ് അല്ലെങ്കിൽ നോവലൊക്കെ ആകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് തീംസ് ഒക്കെ നോക്കണം അല്ലെ. എന്താണ് ഇതിന്റെ തീം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്താണ്? തീം ഓഫ് എ ടെക്സ്റ്റ് ആർ ഇന്റർഡിപെൻഡന്റ് ഓഫൻ ഓവർലാപ്പ് വിത്ത് ഈച്ച് അതർ. ദ ഇഡോ ഓഫ് ദ ടെക്സ്റ്റ് ഈസ് സെൻസ് ഓഫ് മൾട്ടി ഡയമെൻഷ്യാലിറ്റി. തീം ഓഫ് എ നോവൽ ഇറ്റ് ഈസ് വ്യൂ അബൌട്ട് ലൈഫ് ആൻഡ് അബൌട്ട് ഹൗ പീപ്പിൾ ബിഹേവ്. അപ്പോൾ ഈ ഒരു നോവലിന്റെ തീം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുക, ആ നോവലിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ അതിനകത്ത് ലൈഫ് അല്ലെങ്കിൽ അതിനകത്ത് പീപ്പിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ നോവലിൽ പറയുന്നത് അല്ലെ. എ നോവലിസ്റ്റ് റിവീൽസ് ഹിസ് ഓർ ഹെയർ കൺസേൺ ഓർ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് എ തീം ഓർ എ സെറ്റ് ഓഫ് തീംസ് ഇൻ സെവറൽ ഡിഫറെന്റ് വേസ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു നോവലിൽ അത് എന്തൊക്കെ റിവീൽസ് ചെയ്യുന്നുണ്ട്? ഹിസ് ഓർ ഹെയർ കൺസേൺ ഓർ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് എ തീം ഓർ എ സെറ്റ് ഓഫ് തീംസ് ഇൻ സെവറൽ ഡിഫറെന്റ് വേസ് അല്ലെ. പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നോവൽ വരിക അല്ലെ. ഇപ്പൊ ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ അതിനകത്ത് ലവ് എന്ന് പറയുന്ന ആ ഒരു തീം മാത്രമാണ് ഉണ്ടാവും അല്ല. പിന്നെ എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? ചിലപ്പം ഒരു ട്രാജഡി ഉണ്ടാവും അല്ലെ. പിന്നെ എന്തായിരിക്കും? എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ പിന്നെ എന്താണ്? ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവും അല്ല. അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല തീംസ് അതിനകത്ത് വരുന്നുണ്ടാവും. അപ്പൊ ഒരു നോവലിലും അങ്ങനെ തന്നെയാണ് അല്ലെ. പല പല തീംസ് ഒന്നിച്ച് എന്താണ് സെറ്റ് ഓഫ് തീംസിന് സെവറൽ ഡിഫറെന്റ് വേസ്, പല പല തീമുകൾ പല രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുക. ഓക്കെ, തീംസ് എമർജ് ഫ്രം ദ ഇന്റർപ്ലേ ഓഫ് ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ദ നോവൽ. അപ്പൊ ഒരു തീം എങ്ങനെയാണ് വരിക? ആ നോവലിൽ ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡന്റുകളും പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ തീംസ് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. എ നോവലിസ്റ്റ് ഓഫൻ റിവീൽസ് ഹിസ് ഓർ ഹെയർ കൺസേൺ or preoccupation with a theme or a set of themes in several different ways. Some of them are discussed below. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു തീംസ് നമുക്ക് ഒരു നോവലിൽ കാണാൻ കഴിയുക എന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമതായിട്ട് എന്താണ്? തീംസ് ക്യാൻ ബി കൺവേഡ് ഇൻഡയറക്ട്ലി ത്രൂ ക്യാരക്ടേഴ്സ്. തീംസ് എങ്ങനെയാണ്? നമ്മൾ അറിയാതെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവത്തിലൂടെ നമുക്ക് ആ ഒരു നോവലിന്റെ തീംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇമേജറി ആൻഡ് സിംബലിസം ഇൻഡയറക്ട്ലി കൺവേ ദ തീംസ്. അതുപോലെ തന്നെ അതിനകത്തുള്ള ഇമേജറീസ് അല്ലെ, നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പിക്ചർ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് സിംബൽസ് ഒക്കെ അല്ലെ, അതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിന്റെ തീംസ് മനസ്സിലാക്കാൻ പറ്റും. കീവേഡ്സ് ഓർ ഫ്രേസസ് ഇൻഡയറക്ട്ലി എക്സ്പ്രസ് തീംസ് അല്ലെ, ചില വാക്കുകളൊക്കെ അതിന്റെ തീംസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ആയിരിക്കും. അലൂഷൻസ് യൂസ്ഡ് ഇൻ ദ നോവൽ മേ കൺവേ തീംസ്. ഡീറ്റെയിൽസ് ആൻഡ് പർട്ടിക്കുലേഴ്സ് കണ്ടെയ്ൻസ് തീംസ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഡീറ്റെയിലിംഗ് പോലും നമുക്ക് എന്തിലേക്ക് എത്തിക്കും? എന്തിനെ കുറിച്ചാണ് ആ നോവലിൽ പറയുന്നത്, എന്താണ് അതിന്റെ തീം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ആയിട്ടും റോബിൻസൺ ക്രൂസോയിലേക്ക് വരുമ്പോൾ ഈ ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു വസ്തു അല്ലെ, ഒരു ദ്വീപാണ് അല്ലെ. അപ്പൊ ഐലൻഡ് എന്താണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു തീമായിട്ട് വരുന്നുണ്ട്. കാരണം പ്രോബബ്ലി ദ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറി അല്ലെ ടേക്ക് പ്ലേസ് ഇൻ ദ ഐലൻഡ്. അപ്പോൾ ഐലൻഡ് തന്നെയാണ് 28 ഇയേഴ്സ് നമ്മുടെ റോബിൻസൺ ക്രൂസോ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ താമസിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ഈ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഐലൻഡ് എന്ത് തന്നെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ഒരു തീമാണെന്ന് നമുക്ക് പറയാം അല്ലെ. എങ്ങനെയാണ് ഐലൻഡിനെ ഒരു തീമായിട്ട് വരിക? ഐലൻഡ് ഈസ് ഓൾസോ എ കീ തീം ഇൻ ദ നോവൽ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഡിഫറെന്റ്ലി. പക്ഷെ പല രീതിയിൽ അതിനെ നമുക്ക് ഇതിനകത്ത് ചിത്രീകരിക്കാനായിട്ട് പറ്റും. ദ ഐലൻഡ് എപ്പിസോഡ്സ് ടെസ്റ്റ് സം ഓഫ് ദ ഡിലേമാസ് ആൻഡ് ആങ്സൈറ്റീസ് ദാറ്റ് പ്ലേഗ് 17th and 18th century Western imagination. Crusoe faces trials and tribulations for the rejection of his father's advice and spends a good deal of time on the island repenting for his disobedience. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വാക്കൊക്കെ ധിക്കരിച്ചു വന്നിട്ടുള്ള ആ റോബിൻസൺ ക്രൂസോയ്ക്ക് ഈ ഐലൻഡ് എന്തായിരുന്നു?
അവന്റെ അല്ലെ ഒരുപാട് നാളത്തെ അവന്റെ സങ്കടവും ദുഃഖവും എല്ലാം ഈ ദ്വീപിലാണ് അവന് ചെലവഴിക്കേണ്ടി വന്നത് അല്ലെ. However, his struggle provides him a chance to re-establish not only his surroundings but also his own existence and became a self-made man with middle class sensibilities. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് അവൻ ഒറ്റപ്പെട്ടു പോയി അല്ലെ, അവന് ഷിപ്രക്കിലൂടെ അവൻ ഒറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവൻ എന്ത് നേടിക്കൊടുത്തു? അവന് സ്വന്തമായിട്ട് ഒരു എന്താണ് സെൽഫ് മെയ്ഡ് മാൻ വിത്ത് മിഡിൽ ക്ലാസ് സെൻസിബിലിറ്റീസ്, അങ്ങനെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കാനായിട്ട് അവനെ ശ്രമിച്ചിട്ടുണ്ട്. The island setting also coincides with the romantic notions of childhood as a different world which is yet to be explored. Crusoe's story also reinforces the need to island the young from a big, bad world outside. Despite Crusoe's admirable resourcefulness and survival tactics, he suffered for disobeying his father and used his shipwreck and isolation on the island as a divine restitution for his prodigal ways. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഐലൻഡിലെ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് അല്ലെ. പാരന്റ്സിനെയും അതുപോലെ തന്നെ ഒക്കെ ഡിസൊബേ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഈ ഐലൻഡിലെ ജീവിതം അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പൊ ഐലൻഡ് എന്ത് തന്നെയാണ്, അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ് അല്ലെ. പിന്നെ എന്താണ് സാവേജറി അല്ലെ, അതെങ്ങനെയാണ്? The character of Crusoe can be taken as a contrast with the characters in Friday and Cannibals. For Crusoe, he embodies civilization and Friday shows savagery. For this reason, he feels it as a moral obligation to enlighten Friday about the normatives of Western cultural, environmental religion. പിന്നെ ഈ സ്ലേവ്സ് അല്ലെ, ഈ അടിമകൾ എന്ന് പറയുന്നത് അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അതും ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഒരു തീമാണ് നമുക്ക് പറയാം അല്ലെ. പിന്നെ റോബിൻസ് ഡേയ്സ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അതിനകത്ത് തീം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിലീജിയസ് തീം എന്താണ്, വെൽത്ത്, അതൊക്കെ നമ്മൾ നോവൽ പഠിക്കുമ്പോൾ നമ്മൾ സമ്മറിയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ റോബിൻസൺ ക്രൂസോയുടെ തീം എന്ന് പറയുന്നത്. ക്യാരക്ടർ അനാലിസിസ് നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ. പോർച്ചുഗീസ് ക്യാപ്റ്റൻ സിറി ഫ്രൈഡേ, ക്രൂസോസ് ഫാദർ അല്ലെ, അത്രയും റോബിൻസൺ ക്രൂസോ, ഇത്രയും പേരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അത്രയും ക്യാരക്ടേഴ്സ് മാത്രമാണ് നമുക്ക് മേജർ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ നമ്മള് നമ്മുടെ എന്താണ് ഐലൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഐലൻഡിൽ നടന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്ന് നോക്കണം കേട്ടോ. When Crusoe begins to feel more optimistic about being on island, he discovers a footprint on the beach, an event which leaves him paranoid for a long time. After his struggles, he has to retain the mystery he has already achieved until the animals are defeated and Friday is rescued. For the next 3 years, the two live happily till another boat of savage arrive. The 3 prisoners, of whom 2 are saved by them. One of them is Spaniard and the other is Friday's father. The Spaniards were the survivors of a shipwreck that Crusoe had once witnessed from the shore. Okay, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നമ്മള് റോബിൻസൺ ക്രൂസോ ആ ഐലൻഡിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ കേട്ടോ. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് മെന്റലി ആൻഡ് ഫിസിക്കലി അല്ലെ അദ്ദേഹത്തിന്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, അതൊക്കെ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഉണ്ടോ ഇനി ടെക്സ്റ്റില് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഗൂഗിളിലൊക്കെ നല്ല ഇതിന്റെ നോട്ടുകൾ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ കേട്ടോ. അദ്ദേഹത്തിന്റെ വർക്കുകളൊന്ന് നോക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളും അതിന്റെ ഇയറുകളും ഒന്ന് നോക്കണം.
അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ, അതൊക്കെ ടെക്സ്റ്റിലുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് റോബിൻസൺ ക്രൂസോയുടെ സമ്മറി കേട്ടോ, അതും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് മലയാളത്തിലൊക്കെ ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തെ സമ്മറി നമ്മൾ പറഞ്ഞു. പിന്നെ ക്യാരക്ടർ അനാലിസിസ്, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മേജർ ക്യാരക്ടേഴ്സ് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ബാക്കി മൈനർ ക്യാരക്ടേഴ്സിന്റെ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ തീംസ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജോനാഥൻ സ്വിഫ്റ്റ് ആൻഡ് ഹിസ് ലൈഫ് ആൻഡ് വർക്ക് കേട്ടോ. ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അദ്ദേഹം ആരാണ്, ഇപ്പൊ നമ്മൾ റോബിൻസൺ ക്രൂസോയുടെ ഓതറിനെ പറ്റി നോക്കിയ പോലെ അദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ, അദ്ദേഹത്തിന് എന്താണ് വർക്കുകളുടെ പ്രത്യേകത, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കാം. ജോനാഥൻ സ്വിഫ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലീഷ് പാരഡി ഡബ്ലിൻ. അപ്പോൾ അദ്ദേഹം ഡബ്ലിനിലാണ് ജനിച്ചത്. Was educated in a Trinity College. He liked London, though he moved between England and Ireland during his formative years and eventually became Dean of St. Patrick's Cathedral, Dublin in 1730. After that, he settled down in Ireland forever. The best and greatest part of his life was spent in England. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു, പിന്നീട് അദ്ദേഹം അയർലൻഡിലേക്ക് മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ സ്ഥിരതാമസക്കാരനായി. The best and greatest part of his life was spent in England. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ കാലഘട്ടം അദ്ദേഹം ചിലവഴിച്ചത് ഇംഗ്ലണ്ടിലാണ്. He made my friendship with Hope, Gay and Arbuthnot and formed the Scribblers Club with them. Subsequently, he worked as a protagonist for the Tory administration. He was against British colonization and challenged the politics of the British government in Ireland and became a trenchant critic of the atrocities of the British perpetrated against the Anglo-Irish population. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഭരണങ്ങൾക്കൊക്കെ എതിരായിരുന്നു. അപ്പൊ അദ്ദേഹം അതിനെതിരെയൊക്കെ ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ്. Thus, he was celebrated as an Irish patriot. His life was marked by paradox and mixed loyalties. He appealed to the successive generation of writers and political thinkers to oppose colonization and the dehumanizing side of colonial modernity. Swift was an inclusive critic of authoritarianism, totalitarianism, political absolution, and condemnation of modern civilization. ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് വർക്കുകൾ, അദ്ദേഹം കുറച്ച് ക്രിറ്റിസിസം ഒക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്വിഫ്റ്റ് വാസ് ആൻ ഇംഗ്ലീഷ്മാൻ ബട്ട് വാസ് അപ്പോയിന്റഡ് ആസ് എ ഡീൻ ഇൻ ഡബ്ലിൻ. അപ്പോൾ ഒരു ഇംഗ്ലീഷ്മാൻ ആയിരുന്നു, പക്ഷെ അദ്ദേഹം നമ്മുടെ ഡബ്ലിനിലെ ഒരു ഡീനായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. Ireland, so he had a very ambivalent relation with Ireland. Swift's ambivalent attitude towards Ireland. In his satires and pamphlets, Swift highlights the political and economic wrong of Ireland under British rule. അപ്പോൾ അയർലൻഡിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെയും അല്ലെ അവരുടെ ആ ഒരു ബ്രിട്ടീഷ് റൂളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതിനെതിരെയായിട്ട് അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. He defended only the interest of English settlers and neglected the natives, whom he hated. Yahoos in Gulliver's Travels are a fictional representation of the natives. However, despite his condemnation of the Irish language and the local people, he was later hailed as an Irish patriot and appropriated as a symbol of Irish nationalism. Nevertheless, Gulliver's Travels is a strong critic of English colonialism. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് കൊളോണിയലിസത്തിന് എതിരെയായിട്ട് അദ്ദേഹം ശബ്ദമുയർത്തിയതിന് ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇനി ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ആ ഒരു നോവല് നമുക്ക് ഏത് സെക്ഷനിലാണ് പെടുത്താൻ പറ്റുക, ഏത് സെക്ഷനിൽ പെടുത്താൻ പറ്റും? ഗളിവേഴ്സ് ട്രാവൽസ് ഹാസ് ബീൻ ഇന്ററപ്റ്റഡ് ഇൻ വേരിയസ് വേസ് അറ്റ് അല്ലെ, അത് പല രീതിയിൽ നമുക്ക് പല സെക്ഷനിലും ഉൾപ്പെടുത്താൻ പറ്റും. ആദ്യമായിട്ട് ചൈൽഡ് ഫേബിൾ അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് ഗളിവേഴ്സ് ട്രാവൽസ് പറയാം. പിന്നെ എന്താണ്, ഒരു നോവലായിട്ട് ഉൾപ്പെടുത്താം, ട്രാവലോ ഒരു യാത്രാ വിവരണമാക്കാം, പാരഡി ഓഫ് ട്രാവലോ, പ്രോട്ടോ സയൻസ് ഫിക്ഷൻ ആൻഡ് സയൻസ് ഫിക്ഷൻ, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ആയിട്ടും ഉൾപ്പെടുത്താം. ഇറ്റ് ഈസ് എ സറ്റയർ അഗെയിൻസ്റ്റ് ദ എൻറ്റയർ മാൻകൈൻഡ്, അത് ലോകത്തെ മുഴുവനായിട്ടും കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വർക്കായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. Samuel H. Monk says it is a satire on 4 aspects of man: the physical, the political, the intellectual and the moral. അപ്പോൾ M.H. Monk
എന്ന് പറയുന്ന ആ ഒരു ക്രിട്ടിക് പറയുന്നത് ഈ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന വർക്ക് നമ്മളെ ഫിസിക്കലി, പൊളിറ്റിക്കലി ആൻഡ് ഇന്റലക്ച്വലി ആൻഡ് മോറലി നമ്മളെ കളിയാക്കുന്ന ഒരു വർക്കാണെന്നാണ് പറയുന്നത്. മാൻകൈൻഡിനെ അല്ലെ മനുഷ്യന്മാരെ മുഴുവനായിട്ടും കളിയാക്കുന്ന ഒരു വർക്കാണ്. Swifts attribute human qualities on horses in book 4 of Gulliver's Travels, whereas beastly attributes are echoed to man, who was researched in disposable creatures called Yahoo. Swift defines as a rational specs, which means that man has a capacity to act as a rational creature occasionally. മനുഷ്യന് അവന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് നമുക്ക് ഗളിവേഴ്സ് ട്രാവൽസിലെ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഇതിനകത്ത് കൂടുതലായിട്ടും ഒരു 18th സെഞ്ചുറിയിൽ ഉണ്ടായ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് നമ്മളോട് ഈ ഒരു വർക്കിൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ എൻലൈറ്റൻമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ്? എന്താണ്? The Enlightenment is an intellectual and cultural movement developed in Western Europe during the 17th and 18th centuries. Its adherence to universal and uniform human reason adequate to solve the crucial problems to establish the essential norms in life. Together with the belief that the application of such reasons has rapidly disrupting the darkness of superstition, prejudice, and barbarity. It considers reason as a panacea of universal peace, happiness and freedom of humanity from authority and unexplained tradition. അപ്പോൾ എൻലൈറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൾച്ചറലി ആൻഡ് എന്താണ് മൊത്തം ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഡെവലപ്ഡ് ആയി അല്ലെ, അങ്ങനെ സ്വത്വത്തിൽ ഒരു മാറ്റം വന്നതിനെയാണ് നമ്മൾ എൻലൈറ്റൻമെന്റ് എന്ന് പറയുക അല്ലെ. അപ്പൊ ആ ഒരു റിഫ്ലക്ഷനും എന്തുണ്ട് നമ്മുടെ ഈ ഗളിവേഴ്സ് ട്രാവൽസ് ഉള്ളൊരു പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അതിന്റെ ഒരു കാലഘട്ടത്തിലും സ്വിഫ്റ്റിന്റെ ഒക്കെ നോവലില് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് നമ്മുടെ ജോനാഥൻ സ്വിഫ്റ്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഇത്രയും നേരം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച്, വർക്കിനെയും അതിനെ പറ്റിയൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ് കേട്ടോ. നമ്മളിപ്പം റോബിൻസൺ ക്രൂസോ നോക്കിയാൽ അതിന്റെ സമ്മറി നോക്കണം, ക്യാരക്ടേഴ്സ് നോക്കണം, തീം നോക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ഗളിവേഴ്സ് ട്രാവൽസിന്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റോബിൻസൺ ക്രൂസോയുടെ നോട്ടുകൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ കുറേ അധികം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് അതിന്റെ സമ്മറി, ക്യാരക്ടർ അനാലിസിസ്, അതിന്റെ തീം ഒക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിൾ ചെയ്ത് പഠിച്ചാലും നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് തന്നെ ആയിരിക്കും എക്സാമിനും വരിക. നമ്മുടെ ടെക്സ്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് വേറെ നോട്ടൊക്കെ റെഫർ ചെയ്ത് പഠിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സാധനം തന്നെ ആയിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആൻസർ എഴുതാതിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എവിടെ നോക്കി പഠിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റും നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ടെക്സ്റ്റ് വായിച്ചിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസും ഒന്ന് പരിചയപ്പെടുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റോബിൻസൺ ക്രൂസോയുടെ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി റോബിൻസൺ ക്രൂസോ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഗളിവേഴ്സ് ട്രാവൽസിന്റെ ക്യാരക്ടർ അനാലിസിസ്, തീം ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.